1201 കർക്കിടക മാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. 17/7/2026 മുതൽ 16/8/2026 വരെയുള്ള ഒരു മാസ കാലയളവിലെ പ്രവചനങ്ങളാണ് നടത്തുന്നത്. ഉത്രാട നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. അതായത് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിൽ ഉണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടും. അതായത് അവർക്ക് തുടർ വിദ്യാഭ്യാസത്തിന് ഏതെങ്കിലും കോളേജുകളിൽ അഡ്മിഷൻ കിട്ടാണ്ട് വരുന്നതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടുന്നു. അതുപോലെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ബാങ്കിൽ നിന്ന് ലോൺ കിട്ടുന്നതിനുള്ള വിദ്യാഭ്യാസ ലോൺ കിട്ടുന്നതിനുള്ള തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ മാറിക്കിട്ടുന്നു. എല്ലാം അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം മാറി അവർക്ക് തുടർ വിദ്യാഭ്യാസത്തിന് സാധിക്കുന്നു. അതുപോലെ ഇതിൽ ചില കുട്ടികൾക്ക് വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കാനുള്ള യോഗം കാണുന്നുണ്ട്. അവർക്ക് അതിലേക്ക് വേണ്ടി ശ്രമിച്ചാൽ അതും വേണ്ടുന്ന എല്ലാം നടക്കുന്നതാണ്. ഇനി ധനനഷ്ടവും പാഴ്ചെലവുകളൊക്കെ നിയന്ത്രിക്കാൻ സാധിക്കുന്നു. അതുപോലെ മോഷ്ടാക്കളെ കുറിച്ചുള്ള ഭയം മാറിക്കിട്ടുന്നു. എന്തെങ്കിലും വിലപിടിപ്പുള്ള വസ്തുവകകൾ മോഷ്ടിച്ചു പോകുമോ എന്നുള്ളൊരു ഭയം, ആവലാതിയൊക്കെ മാറിക്കിട്ടുന്നു. നാൽക്കാലികളെ വ്യാപാരം നടത്തുന്നവർക്ക് നല്ല രീതിയിൽ ലാഭം പ്രതീക്ഷിക്കാം. ഒരുവിധം കാര്യങ്ങൾ നല്ല രീതിയിൽ നടന്നു കിട്ടുന്ന ഒരു കാലമാണ്. വീട്ടിലേക്ക് വേണ്ടുന്ന ഉപകരണങ്ങൾ വാങ്ങുവാൻ സാധിക്കുന്നു. ചിലർക്ക് ചിങ്ങമാസത്തിലേക്ക് വിവാഹമോ വിവാഹ നിശ്ചയമോ നടത്താൻ സാധിക്കുന്നു. ബുദ്ധിശക്തി നേർവഴിക്ക് ആകുന്നതിനാല് അവർക്ക് പല കാര്യങ്ങളിലും ഒരു നല്ലൊരു തീരുമാനമെടുക്കാനുള്ള ഒരു സാമർഥ്യം ഉണ്ടാകുന്നു. പല രീതിയിലും ശ്രമിച്ചാൽ ധനലാഭം ഉണ്ടാകാവുന്നതാണ്. പൊതുപ്രവർത്തകർക്കും ഉദ്യോഗസ്ഥർക്കും സ്ഥാനക്കയറ്റം ലഭിക്കുന്നു. തീയിൽ നിന്നോ ഇലക്ട്രിസിറ്റിയിൽ നിന്നോ ശത്രുക്കളിൽ നിന്നോ ഉണ്ടാകുന്ന ഉപദ്രവങ്ങൾ മാറിക്കിട്ടുന്നു. ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ കൂടി സഞ്ചരിക്കുന്നതിനാൽ മോശഫലങ്ങൾ ലഭിക്കുന്നതിനും സാധ്യത കാണുന്നുണ്ട്. ഉദരത്തിന് സംബന്ധിച്ച ചില അസുഖങ്ങൾ വരുന്നതിന് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മക്കൾക്ക് ചില രോഗങ്ങൾ വന്നേക്കാം. ചിലർക്കാണ് സാഹസിക കാര്യങ്ങൾക്ക് മുതിർന്നവർക്ക് ഈ കാലം അത്ര ഒരു യോജിച്ചതായി തോന്നുന്നില്ല. ഈ ഉത്രാട നക്ഷത്രക്കാർക്ക് ദുർജനങ്ങളുമായിട്ടുള്ള സംസർഗം മൂലം പല രീതിയിലുള്ള ആപത്തുകളും കഷ്ടങ്ങളും നഷ്ടങ്ങളും വരാൻ സാധ്യതയുള്ളതിനാൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. 5 വയസ്സ് വരെയുള്ള ഉത്രാടം നക്ഷത്രക്കാർക്ക് അവർക്ക് അത്ര ഒരു സുഖകരമായ ഒരു കാലമല്ല. രോഗങ്ങളും അരിഷ്ടതകളും കുടുംബത്തിൽ വരുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ സ്വജനങ്ങളുമായി ഒരു വാക്ക് തർക്കവും വഴക്കും വരുന്നതിനും വിരോധം ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട്. കുട്ടിക്ക് മുറിവുകൾ, വ്രണങ്ങൾ എന്നിവ വരാൻ സാധ്യതയുണ്ട്. ഉദര സംബന്ധമായ രോഗങ്ങളും വരാം. അതുപോലെ എന്നിരുന്നാലും വിദ്യാഭ്യാസത്തിന് ആരംഭം കുറിക്കാനും മുന്നോട്ട് പോകാനും സാധിക്കുന്നു. കുടുംബത്തിൽ കാർഷിക മേഖലയിലാണ് കുടുംബത്തിലുള്ളവർ ഉണ്ടെങ്കിൽ അവർക്ക് പല ഗുണങ്ങളും ലഭിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ കുടുംബത്തില് പൂജകളും പ്രാർത്ഥനകളും നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കഷ്ടതകൾ അല്പാൽപമായി മാറി ഐശ്വര്യത്തിലേക്ക് വരുന്ന ഒരു കാലമാണ്. 5 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള ഉത്രാട നക്ഷത്രക്കാർക്ക് ഒരുവിധം കഷ്ടകാലങ്ങൾ മാറി പുരോഗതിയിലേക്ക് വരുന്നു. കുടുംബത്തിൽ വസ്തുവകകളോ വീടോ ലഭിക്കുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. ചിലപ്പോൾ കുടുംബ വസ്തുവകകൾ ഭാഗം വെച്ച് കിട്ടുന്നവരായിരിക്കാം. വിദ്യാഭ്യാസത്തിന് തടസ്സം ഒന്നും കാണുന്നില്ല. ചിലർക്ക് കുടുംബത്തിൽ ചില അശേഷം ചില പേർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകാം. എങ്കിലും കാര്യങ്ങൾ നടന്നു പോകുന്നു കൃത്യമായി. ചില കുട്ടികൾക്ക് കഫത്തിന്റെ ദോഷം മൂലം ചില അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അല്പാൽപമായി സാമ്പത്തിക നിലയിൽ പുരോഗതി കൈവരുന്നു. അതുപോലെ കുടുംബത്തില് വീട് പുതുക്കി പണിയുന്നതിന് സാധിക്കുന്നു. ക്രമേണ സാമ്പത്തിക പ്രതിസന്ധി മാറി ഒരു ഐശ്വര്യത്തിലേക്ക് വരുന്നു. എന്നാൽ മോഷ്ടാക്കളെ പ്രത്യേകം ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. 15 വയസ്സ് മുതൽ 21 വയസ്സ് വരെയുള്ള ഉത്രാടം നക്ഷത്രക്കാർക്ക് ചിലർക്ക് ഒരു സർജറി വേണ്ടി വന്നേക്കാം. ചിലർക്ക് രോഗങ്ങൾ വരാം. കൂട്ടുകെട്ടുകൾ മോശമാണെങ്കിൽ ചിലർക്ക് കേസിൽ പെടാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. അത് വളരെയധികം രക്ഷകർത്താക്കൾ ഈ സമയം കുട്ടിയെ ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസം തന്നെ നിന്നു പോകുന്നതിന് എന്നേക്കുമായി നിന്നു പോകുന്നതിനും സാധ്യതയുണ്ട്. വിദ്യാഭ്യാസം നിന്നു പോകുന്നുവെങ്കിൽ പിന്നീട് കൂട്ടുകെട്ട് നിമിത്തം കുടുംബത്തിനും നാട്ടിലും തന്നെ പലവിധ മോശമായ അവസ്ഥകളും ഇവർക്ക് ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവർ മോശവും നീചവുമായ പ്രവൃത്തികൾ നടത്തുന്നവർ കൂടി കൂട്ടുകെട്ടി അങ്ങനെ പല ദോഷങ്ങളും വരാം. എന്നാൽ ഇതിൽ ചിലർ പഠിച്ച് ഉന്നതയിൽ എത്തുന്നതായിട്ടും കാണുന്നുണ്ട്. അല്ലെങ്കിൽ ബിസിനസ് രംഗത്തും നേതൃത്വ സ്ഥാനത്തും ശോഭിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഭരണപരമായ ചുക്കാൻ പിടിക്കാനും ഇതിൽ ചിലർക്ക് യോഗം കാണുന്നുണ്ട്. 21 വയസ്സ് മുതൽ 39 വയസ്സ് വരെയുള്ള ഉത്രാട നക്ഷത്രക്കാർക്ക് വിദ്യാഭ്യാസം തുടർന്നു പോകുന്നതായിട്ട് കാണുന്നു. കുടുംബത്തിൽ ചില സാമ്പത്തിക പ്രതിസന്ധികൾ വന്നേക്കാം. എന്നാലും അത്യാവശ്യത്തിന് ധനം ലഭിക്കാം. ചിലർക്ക് മികച്ച വിദ്യാഭ്യാസം നേടാനും അതുവഴി മികച്ച തൊഴിൽ നേടാനും യോഗ്യത കാണുന്നുണ്ട്. ഭാഗ്യമുണ്ട്, യോഗമുണ്ട്.
അതുപോലെ തന്നെ ചിലർക്ക് മാനസികമായ സംഘർഷം ഉണ്ടാകാം, അതായത് മനോവ്യാപാരങ്ങൾ, ഡിപ്രഷൻ മുതലായവ ഉണ്ടാകുന്നതിന് ഒരു സാധ്യതയുണ്ട്. ഇതിൽ ചില ആൾക്കാർ ഗവേഷണപരമായ രംഗത്തേക്ക് പ്രവേശിക്കാനോ അല്ലെങ്കിൽ ഒന്ന് അല്പം മാറി സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്തേക്ക് പ്രവേശിക്കാനോ സാധ്യത കാണുന്നുണ്ട്. സർക്കാരിൽ നിന്നും ഇവർക്ക് പല രീതിയിൽ നേട്ടങ്ങൾ, ഗ്രാൻഡായിട്ടും പല നേട്ടങ്ങൾ ലഭിക്കാം. ചിലർക്ക് ചില രോഗങ്ങൾ വന്നേക്കാമെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. പല ഗുണാനുഭവങ്ങളും ഉണ്ടാകാം. കള്ളന്മാരിൽ നിന്ന് ചില ശല്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ സൂക്ഷിക്കുക. തൊഴിൽശാലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടായതിനാൽ നിങ്ങൾ സംരംഭകനാണെങ്കിൽ തൊഴിൽശാലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കഴിയതും നിങ്ങൾ തന്നെ അത് പരിഹരിച്ചു കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. ശരീരത്തിന് ബലക്കുറവ് വരാം എന്നതിനാൽ സുഖ ചികിത്സ ഇവിടെ ഒരു അത്യാവശ്യമായിട്ടാണ് വരുന്നത്. 39 വയസ്സ് മുതൽ 55 വയസ്സ് വരെയുള്ള ഉത്രാട നക്ഷത്രക്കാർക്ക് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാം, ഐശ്വര്യം മെച്ചപ്പെടുവാൻ സാധിക്കുന്നു. പല സന്തോഷകരമായ അനുഭവങ്ങളും കുടുംബത്തിൽ ഉണ്ടാകുന്നു. സർക്കാരിൽ നിന്നും ഗുണകരമായ നേട്ടങ്ങൾ ലഭിക്കാം. തൊഴിൽ സംബന്ധമായ പുരോഗതി ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതേപോലെ സാമ്പത്തിക സ്ഥിതിയും മെച്ചപ്പെടാം. ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ കാലം വളരെ നല്ല രീതിയിൽ ധനം സമ്പാദിക്കുന്നതിനും നല്ല നിക്ഷേപ പദ്ധതികൾ നിക്ഷേപിക്കുന്നതിന് ഇവർക്ക് സാധിക്കുന്നു. ശത്രുക്കളെയും അസൂയാലുക്കളെയും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം അവർക്ക് സാമ്പത്തിക ഗുണം ഇതിൽ നിന്ന് അവർക്കൊരു മെച്ചമില്ലെങ്കിൽ തന്നെയും നിങ്ങളെ അവർ അധപ്പതനമാണ് അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് ശ്രദ്ധിക്കുക. വലിയ കഷ്ടതകളും ദുഃഖങ്ങളും ഇല്ലാത്ത ഒരു കാലമാണ്. പ്രതീക്ഷിക്കാതെ പല സഹായങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നു. ആധുനിക രീതിയിലുള്ള വീടുപകരണങ്ങൾ വാങ്ങുന്നതിനും നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്. 55 വയസ്സ് മുതൽ 74 വയസ്സ് വരെയുള്ള ഉത്രാട നക്ഷത്രക്കാർക്ക് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണ്. അപമാനം വന്നേക്കാം, മാനഹാനി ഉണ്ടാകുന്നതിനൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അത്തരത്തിലുള്ള കാര്യത്തിൽ പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ഒന്നിനും പോകാണ്ടിരിക്കുന്നതാണ് നല്ലത്. ഇണയുടെ വേർപാട് ഇവിടെ കാണുന്നുണ്ട്. ഈ സമയം നിങ്ങളൊരു സംരംഭം തുടങ്ങുവാനാണ് ആലോചിക്കുന്നുവെങ്കിൽ അതിന്റെ വളരെയധികം ആലോചിക്കുക. നിങ്ങൾക്ക് അതിന് പരിചയ സമ്പത്ത് ഉണ്ടോ എന്ന് നോക്കുക. അല്ലെങ്കിൽ അനുഭവ സമ്പത്തുള്ളവരുമായിട്ട് നിങ്ങൾ വളരെയധികം സംവാദം നടത്തിയിട്ട് വേണം ഇത് തുടങ്ങുന്നതിനായിട്ട്. അല്ലെങ്കിൽ നഷ്ടം വരാൻ സാധ്യതയുണ്ട്. പ്രോത്സാഹിപ്പിക്കുവാൻ ആളുകൾ ഉണ്ടാകും, അവരൊന്നും നിങ്ങളെ രക്ഷിക്കുവാൻ ഉണ്ടാകില്ല. ആരോഗ്യം നിങ്ങൾക്ക് ഈ സമയം തൃപ്തികരമായിരിക്കും. സമൂഹത്തിൽ ഉന്നത സ്ഥാനം ലഭിക്കുന്നതിന് ഒരു സാധ്യത ഉണ്ടായത്. നേതൃത്വ സ്ഥാനത്തേക്ക് വരാം. നിങ്ങളുടെ നിലയ്ക്ക് ചേരാത്ത ആൾക്കാരുമായി കൂട്ടുകെട്ടരുത്. അവർക്ക് പല രീതിയിലുള്ള അതുമൂലം നിങ്ങൾക്ക് പല രീതിയിലുള്ള കഷ്ടപ്പാടുകൾ ഉണ്ടാകാം. കാർഷിക മേഖലയിൽ ഉള്ളവർക്കാണെങ്കിൽ ഏറെ ഗുണങ്ങൾ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. 74 വയസ്സിന് മുകളിലോട്ടുള്ള ഉത്രാട നക്ഷത്രക്കാർക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാം. ചെറിയ രോഗപീഠ ഉണ്ടാകാം. ധനത്തിനും ധാന്യത്തിനും കുറവ് വരുന്നില്ല. കലാസാഹിത്യ കഴിവുകൾ തെളിയിക്കുന്നത് മൂലം പല ഗുണകരമായ നേട്ടങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകുന്നു. തന്റെ പ്രിയപ്പെട്ട വാഹനം, ഇഷ്ടപ്പെട്ട വാഹനം സ്വന്തമാക്കാൻ സാധിക്കുന്നു. പൊതുവെ ഒരു നല്ല കാലഘട്ടമാണ്. പഴയകാല സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനും അവരുമായിട്ട് ബന്ധം പുതുക്കാനും സാധിക്കുന്നു. ഈ സമയം വളരെ ഭാഗ്യം അനുകൂലമാണ്. ഇവിടെ പ്രവചിച്ചതെല്ലാം സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ആദിത്യ ഗുരുയോഗം നടക്കുന്നതിനാൽ അറിവ് സമ്പാദിക്കാൻ വളരെ നേട്ടമാണ്. നിങ്ങൾക്ക് ഒരു ചെറിയ കോഴ്സെങ്കിലും പഠിച്ചാൽ അതുമൂലം നിങ്ങൾക്ക് ധാരാളം ഗുണങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ നേതൃത്വ പാഠവും, അതായത് രാഷ്ട്രീയ രംഗത്തേക്ക് പൊതുപ്രവർത്തനത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിനെ കാലുവെക്കേണ്ട ഒരു സമയമാണ്. ആഗ്രഹത്തെ ബുദ്ധിശക്തിയുമായി യോജിപ്പിക്കുന്ന ഒരു യോഗമായതുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹം എന്താണോ, നിങ്ങൾക്ക് എന്തായി തീരണമോ, ആ അഭിലാഷം എന്താണോ അത് ബുദ്ധിശക്തിയുമായി യോജിച്ച് എങ്ങനെ നടപ്പിലാക്കാമെന്ന് ചിന്തിക്കാനുള്ള ഒരു സമയമാണിത്. അതുപോലെ ചില വ്യക്തികളെ, ചില നേതാക്കന്മാരെ വലിയ നേതാക്കന്മാരാക്കി മാറ്റുന്ന ഒരു യോഗമാണ്. മികച്ച ധാർമ്മിക ബോധം എല്ലാവർക്കും ഉണ്ടാകുന്നു. ചന്ദ്രനും ശുക്രനും കേതുവും കൂടി ഒരു രാശിയിൽ സഞ്ചരിക്കുന്ന ആത്മീയ കാര്യങ്ങളിൽ ഒരു സംശയം ഉണ്ടാകുന്നു, ആശയക്കുഴപ്പം ഉണ്ടാകുന്നു. അതായത് ദൈവമുണ്ടോ, അല്ലെങ്കിൽ ദൈവിക ഗ്രന്ഥങ്ങളെ, മതഗ്രന്ഥങ്ങളെല്ലാം സത്യമാണോ പറയുന്നതെന്നുള്ള ഒരു ആശയക്കുഴപ്പം ഉണ്ടാകുന്നു. ബന്ധങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കേതു ശുക്ര യോഗത്തിനാൽ ബന്ധങ്ങളിൽ ഒരു മിഥ്യാധാരണ ഉണ്ടാകുന്നു, തെറ്റിദ്ധരിക്കുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. അതായത് പൊതുവെ ഒരു പരസ്പരം വിശ്വാസ ഇല്ലായ്മയാണ് ഇവിടെ കാണുന്നത്. അതൊരിക്കലും നടക്കാത്തതും യുക്തിപൂർവ്വം ചിന്തിച്ചാൽ പോലും 1% പോലും നടക്കാൻ സാധ്യമില്ലാത്ത കാര്യങ്ങൾ നടക്കും എന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരിക്കുന്ന ചിലരെയും കാണാൻ സാധിക്കുന്നു. അതുപോലെ വ്യക്തിപരമായ ബന്ധങ്ങളിൽ വിള്ളലുണ്ടാകുന്നു. ആത്മീയതയിൽ നിന്നും ഭക്തജനങ്ങൾ അകലുന്നു. ആഡംബരത്തിന് വേണ്ടി ദേവാലയങ്ങൾ കൊള്ളയടിക്കുന്നു, അല്ലെങ്കിൽ അവ നശിപ്പിക്കപ്പെടുന്നു. പുണ്യ മതഗ്രന്ഥങ്ങളെ ചില തൽപര കക്ഷികൾ അല്ലെങ്കിൽ കപട ആചാര്യന്മാർ മോശമായി അല്ലെങ്കിൽ ദുർവ്യാഖ്യാനം നടത്തുന്നതിനാൽ ഭക്തജനങ്ങളിൽ ആശയക്കുഴപ്പം ഉണ്ടാകുന്നു. ഏതായാലും ഭക്തജനങ്ങൾക്ക് ഒരു നല്ല
ഒരു കാലമല്ല. നിങ്ങൾക്കുള്ള ജാതകപരമായോ മുഹൂർത്തപരമായോ പൂജാപരമായോ വാസ്തുപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്റെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. ഈ കർക്കിടക മാസത്തിൽ നിങ്ങൾക്ക് സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി ദീർഘായുസ് ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.